ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇതെടുത്ത് വെച്ചിട്ട് ഏകദേശം 1.5 മാസത്തോളമായിട്ടാണ്. ഇപ്പോഴാണ് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഒരു സ്കൂളുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പരിപാടി എന്ന് പറഞ്ഞത് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കലാണ്. മക്കൾക്ക് ചെമ്മീൻ ബിരിയാണി പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്ക് മാത്രമല്ല എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ 2 ദിവസം മുൻപ് ചെമ്മീൻ കിട്ടിയപ്പോഴേ അതൊക്കെ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ അത് ഫ്രൈ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് രാവിലെ നമ്മൾ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഇത് മക്കൾക്ക് രാവിലെ കഴിക്കാനും സ്കൂളിലേക്ക് കൊടുത്തു വിടാനായിട്ടാണ് കേട്ടോ. ഇച്ചുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അവനക്ക് നമ്മൾ പുട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഷാലുവിന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിൽ ചെന്നപ്പോൾ ഷാലും ലച്ചുമോളും നല്ല ഉറക്കമാണ് കേട്ടോ. ഷാലുവിന് രാവിലെ മദ്രസ ഇല്ലാത്തതുകൊണ്ട് അവൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അവനെ വിളിച്ചിട്ട് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞിട്ട് മക്കളുടെ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുകയാണ്. ഇച്ചുവിന് രാവിലെ 6:30-ക്കാണ് കേട്ടോ മദ്രസ, അതുകൊണ്ട് അവൻ നേരത്തെ എണീക്കും. ഷാലു ഇക്കൊല്ലം കൂടിയാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങുള്ളൂ. അടുത്ത പ്രാവശ്യം മുതൽ ട്യൂഷന് വിടണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 9ാം ക്ലാസ്സിലേക്കാണ് അവന്. നമ്മുടെ അയൺ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ലച്ചു എണീറ്റിട്ടുണ്ട്. എന്നെ കണ്ടപ്പോൾ നല്ല ചിരിയാണ് കേട്ടോ ആൾ. ലച്ചുവിനെ ഇപ്പോൾ കാണുമ്പോൾ കുറച്ചുകൂടി കുഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ അവൾ ഞാൻ പറഞ്ഞില്ലേ 1.5 മാസം മുൻപ് എടുത്തതാണ്. അപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് മുടിയൊക്കെ വളർന്ന് നമ്മൾ ഫസ്റ്റ് ടൈമിൽ അവൾ ജനിച്ചിട്ട് 15-ൻ്റെ അന്നാണ് അവളുടെ മുടി കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ മുടി കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മുടി ഇപ്പോൾ ഒത്തിരി വളർന്നിട്ടുണ്ട്. ലച്ചുമോൾ ആകെ മാറിയിട്ടപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേ നല്ല എനിക്ക് മാറ്റം അറിയുന്നുണ്ട്. അപ്പോൾ അവളെ എണീറ്റപ്പോൾ അവളെ കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ചിട്ട് അവിടെ ഇരുന്നു. ലച്ചുമോൾ ഫോണൊക്കെ കണ്ടിട്ട് ശരിക്കും ഇങ്ങനെ നോക്കൂട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. ഞാൻ സെൽഫി വീഡിയോ കണ്ടിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ അവളെ തന്നെ കാണുന്നുണ്ടല്ലോ. ഈ ഒരു പ്രായത്തിൽ അങ്ങനെയാണല്ലോ, നമ്മുടെ ഇമേജ് ഇങ്ങനെ കാണുമ്പോൾ അതിൽ നോക്കി ചിരിക്കുമല്ലോ. അപ്പോൾ ഒരു മിററിലായാലും അവളെ കാണുമ്പോൾ നല്ല ചിരിയാണ് കേട്ടോ. അങ്ങനെ അവളെയും എടുത്ത് ഞാൻ താഴത്ത് വന്നു. അപ്പോഴത്തേനും നമ്മൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതിൽ ചെമ്മീൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. ചിക്കൻ ബിരിയാണി അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി ആവാറില്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് കൂടുതലിഷ്ടം ഈ ഒരു 2 ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇച്ചുവിന് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വാരി കൊടുക്കലൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഡെലിവറിയുടെ മുൻപൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ അവനധികം വാരി കൊടുത്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിൽ തട്ടി. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് തന്നെ പറഞ്ഞു, ഉമ്മാനെ ഞാൻ കുറേ ദിവസമായി കെട്ടിപ്പിടിച്ചിട്ട്, ഉമ്മയുടെ അടുത്ത് കുറേ ദിവസമായി ഞാൻ കിടന്നിട്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഉള്ളിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ്. ഞാൻ ആ ഒരു പ്രഗ്നൻസിയുടെ ടൈം മൊത്തം ഇവൻ എൻ്റെ ഒപ്പമാണ് കേട്ടോ കിടന്നിരുന്നത്. ഒട്ടും മാറിക്കിടന്നിരുന്നില്ല. ഇനിയിപ്പോൾ എങ്ങാനും മാറിക്കിടക്കേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് എടുക്കുള്ളൂ, കാരണം ഉപ്പ പോകുന്ന സമയത്ത് ഉമ്മാനെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. പിന്നെ എൻ്റെ അടുത്ത് കിടക്കുമ്പോഴും ഞങ്ങളുടെ 2ആളുടെയും ഇടയിൽ അവനൊരു തലയണ വെച്ചിരുന്നു കേട്ടോ. കാരണം അവനിടയ്ക്ക് കാലെടുത്തിരുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് എൻ്റെ വയറിൻ്റെ മീതക്ക് കാല് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവനങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അങ്ങനെ എടുത്തത് പറഞ്ഞപ്പോഴേ ഞാൻ കുറേ ദിവസമായി ഉമ്മടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് കിടന്നിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഉള്ളിൽ തട്ടി. പിറ്റേന്ന് ഞാൻ എന്തായാലും അവന് വാരി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചു. നമ്മൾ ചെറിയ മക്കളുണ്ടാകുമ്പോഴേ മൂത്ത മക്കൾ അവർക്ക് എന്താ പറയുക, അവരെ അവഗണിക്കണ പോലെ ഒരു ഫീല് പാടില്ലല്ലോ. അങ്ങനെ അവനക്ക് ഭക്ഷണമൊക്കെ വാരി കൊടുത്തതിന് ശേഷം അവൻ്റെ ബോട്ടിൽ ഞാൻ വെള്ളമാക്കിയതാട്ടോ. അപ്പോൾ നന്നായി തിളപ്പിച്ചിട്ടുള്ള വെള്ളമായിരുന്നു. അപ്പോൾ ചൂടധികം മാറാത്തതുകൊണ്ട് ആ ബോട്ടിൽ ചെറുതായിട്ടൊന്ന് ഉരുകിപ്പോയി. അപ്പോൾ ഇനി വേഗം വേറെ ബോട്ടിൽ വെള്ളമാക്കിയിട്ട് കൊടുത്തു. അങ്ങനെ അവൻ്റെ മുടി ചീകി കൊടുത്ത് പൗഡറൊക്കെ ഇട്ട് ഒന്ന് ഒരുക്കിയിട്ട് അവനെ സ്കൂളിൽ വിട്ടു. അപ്പോൾ നമ്മുടെ ഉപ്പാടെ ഉമ്മ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യും. അതായത് നമുക്ക് ഉപ്പേരിക്കുള്ളത് നുറുക്കി തരിക, അല്ലെങ്കിൽ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നന്നാക്കി തരിക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ആൾ ഉമ്മർത്തിരുന്നിട്ട് അതൊക്കെ ചെയ്യാണ്. അത് കഴിഞ്ഞ് ഉപ്പാടെ ഉമ്മ ലച്ചുമോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് വേഗം ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു. പുട്ടും കൊള്ളിസ്റ്റുമാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, ഈ പുട്ടും കൊള്ളിസ്റ്റും. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലച്ചുമോൾക്ക് എണ്ണ തേപ്പിച്ച് കൊടുക്കുകയാണ്. എണ്ണ തേപ്പിച്ചിന് കുറച്ച് നേരം അവിടെ കിടത്തിയിട്ട് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. അപ്പോൾ എണ്ണ തേപ്പിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. ലച്ചുമോൾക്ക് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 40 വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതാണത്. ഡെയിലി നമ്മൾ തേച്ച് കൊടുക്കൊന്നുമില്ല, ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ തേച്ച് കൊടുക്കുള്ളൂ. പിന്നെ തലയിൽ നോർമൽ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്.
ആ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഇവിടെയുള്ള അടവുകാരൻ വന്നത്. അടവുകാരൻ പറയുമ്പോൾ നമ്മൾ ആഴ്ചയിൽ ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മുടെ ഭാഗത്തു കൂടെ ഒക്കെ വരുന്ന ആളാണ് കേട്ടോ. അലവിക്ക എന്നാണ് പേര്. അപ്പോൾ ആൾ ഇപ്രാവശ്യം വരുമ്പോൾ ഒരു ചുരിദാർ സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോർമൽ ടോപ്പ്, നൈറ്റി ഇതൊക്കെയാണ് കേട്ടോ കൊണ്ടുവരാറുള്ളത്. അപ്പോൾ ഇന്ന് ചുരിദാർ കൊണ്ടുവന്നപ്പോൾ ഞാനത് എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരാൻ പോണത്, അപ്പോഴേക്കും എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിന് മുൻപ് എനിക്ക് കുറച്ച് നിശ്ചയവും കല്യാണവും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതിനെടുക്കുക, അതല്ലെങ്കിൽ പെരുന്നാളിന് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെടുത്തു. അതിന് ശേഷം നമ്മൾ ലച്ചുമോളെ കുളിപ്പിച്ചു, അവൾക്ക് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചു കൊടുത്തു. പിന്നെ വീട്ടിൽ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ രാവിലെ വെച്ചില്ലേ ചെമ്മീൻ ബിരിയാണി, അത് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ആഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം നിന്നിട്ട് അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടു. അപ്പോൾ ഷാലു സ്കൂൾ വിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാലു ലച്ചുവിനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമലി നമ്മൾ മാസത്തിൽ ഒരു തവണ ഒന്നിച്ച് സാധനങ്ങൾ എടുക്കാറാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെ 1-2 സാധനങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക ചെയ്യുക. ഇപ്പോൾ ചായയുടെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ കട്ടൻ ചായ ഇങ്ങനെ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് പാൽപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിച്ച് വയ്ക്കും. മക്കൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരത് കലക്കിയിട്ടും കുറുക്കിയിട്ടും ഒക്കെ കഴിക്കും. പെട്ടെന്ന് തീർക്കൂട്ടും മക്കൾ. പാൽപ്പൊടി ആയാലും ഹോർലിക്സ് ആയാലും ബൂസ്റ്റ് ആയാലും ഒക്കെ ഞാൻ എത്ര ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ദോശമാവ് വാങ്ങിച്ചത് ഈ അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിടാൻ മറന്നു പോട്ടെ. ആ ഒരു സമയങ്ങളിലൊക്കെയാണ് നമ്മൾ ദോശമാവ് വാങ്ങിക്കാറുള്ളത്. രാത്രിയായപ്പോൾ നമ്മൾ ഈ ലച്ചുമോളൊക്കെ ഒന്ന് മേൽ കഴുകിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ഡേ ഇൻ മൈ ലൈഫ് ചോദിക്കുന്നുണ്ട്, ലോങ് വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വേറെ കുറച്ച് തിരക്കിൽ പെട്ടുപോയത് കൊണ്ടാണ്. അപ്പോൾ അതെന്താണെന്നുള്ളതൊക്കെ വിശദമായിട്ട് ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ നമുക്ക് നല്ലതായിട്ടും പിന്നെ നല്ല കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. പിന്നെ അതുകൂടാതെ ചെറിയൊരു വിഷമം ഒക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ളതൊന്നുമല്ല, എന്നാലും ചെറിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. എല്ലാം കൂടിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്കും വീഡിയോ എടുക്കാൻ പറ്റാത്തതിൽ ഒത്തിരി വിഷമമുണ്ട് കേട്ടോ. വീഡിയോ ഇടാൻ പറ്റാത്തതിലൊക്കെ ഭയങ്കര സങ്കടമുണ്ട്. കാരണം നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചു കൊണ്ട് നടക്കുന്നൊരു ചാനലല്ലേ ഇത്. അപ്പോൾ എന്തായാലും വിശദമായിട്ട് അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു.